കാപ്പ നടപടികൾ കർശനമാക്കി പോലീസ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇടുക്കിയിൽ മാത്രം കാപ്പ പ്രകാരം നടപടി സ്വീകരിച്ചത് 46 പേർക്കെതിരെയാണ്. ഇതിൽ 3 പേരെ നാടുകടത്തി. സ്ഥിരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ പോലീസ് നിരീക്ഷിച്ചു വരികയാണെന്നും ഇവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് വ്യക്തമാക്കി. സ്ഥിരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് പ്രതിസന്ധിയായി മാറുകയും ചെയ്യുന്നവർക്കെതിരെയാണ് 2007 കേരള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ പ്രകാരം കാപ്പ ചുമത്തി നിയമ നടപടി സ്വീകരിക്കുന്നത്. ഇടുക്കി ജില്ലയിലും നിയമ നടപടി കർശനമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇന്നും 3 പേരെ കാപ്പ ചുമത്തി നാട് കടത്തി. കരിങ്കുന്നം തന്നിട്ടാംപാറ പടിക്കാച്ചിക്കുന്നൽ നന്ദു, തൊടുപുഴ തെക്കുംഭാഗം ചാക്കുംപാറ പള്ളിപ്പറമ്പിൽ സാംസൺ പീറ്റർ എന്നിവർക്കെതിരെ കാപ്പ ചുമത്തി 1 വർഷത്തേക്ക് നാട് കടത്തി. ഒപ്പം തന്നെ തൊടുപുഴ കട്ടോലി ചങ്ങലത്ത് അച്ചു എന്ന് വിളിക്കുന്ന ആദർശിനെയും 6 മാസത്തേക്ക് കാപ്പ ചുമത്തി നാട് കടത്തി. സ്ഥിരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാപ്പ ചുമത്തി നാട് കടത്തിയയാള് വീണ്ടും ജില്ലയിലെത്തിയത് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 71 പേർക്കെതിരെയാണ് കാപ്പ ചുമത്തൽ പ്രപ്പോസൽ നൽകിയത്. 46 പേർക്കെതിരെ നടപടി സ്വീകരിച്ചു. ഇതിലേറ്റവും ഒടുവിലത്തേതാണ് നിലവിൽ നാട് കടത്തിയിരിക്കുന്ന 3 പേർ. ലിസ്റ്റിൽ ഉൾപ്പെട്ട ബാക്കിയുള്ളവർക്കെതിരെയും വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. റിപ്പോർട്ടർ, ഇടുക്കി.